വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങൾക്കനുസൃതമായി സഭാപഠനങ്ങളെ കാലോചിതമായി നവീനമായ രീതിയിൽ പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ വിദഗ്ധനായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളച്ചനാണ് നമ്മോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിലുള്ളത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു. 10 കൽപ്പനകളിലൂടെ നമ്മുടെ യാത്ര 8ാം കൽപ്പനകളിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. വ്യാജമായി ആണയിടരുത്, അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള കൽപ്പന. എന്തൊക്കെയാണ് ഈ കൽപ്പനയിൽ സഭയുടെ നിർദ്ദേശമനുസരിച്ച് ഉൾക്കൊള്ളുന്നത്? പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ബൈബിൾ വായിക്കുമ്പോൾ പത്രോസ് യേശുവിനെ നിഷേധിച്ച ഒരു ഭാഗമാണ്. എനിക്ക് അവനെ അറിയില്ല, ഒടുവിൽ ആണയിട്ട് പറഞ്ഞു ഞാൻ അവനെ അറിയില്ല എന്ന്. സഭാ പഠനങ്ങളിൽ കുറച്ചും കൂടി വിശദമായിട്ട് ഈ കള്ളസാക്ഷി പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിക്കാം. ചെറുപ്പകാലം മുതലേ ആദ്യ കുമ്പസാരത്തിന്, ആദ്യ കുർബാനയ്ക്കുള്ള പാടിനെ ഒരുങ്ങുന്ന കാലഘട്ടം മുതൽ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണിത്. നുണ പറയരുത്, കള്ളസാക്ഷി പറയരുത് എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നുണ പറയരുത് എന്ന ഉള്ളൊരു രീതിയിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ കാലഘട്ടവും മലയാളം നവീകരിക്കുന്നതിനനുസരിച്ച് വേറെ ചില വ്യക്തിപരമായ ആളുകൾ ഇതിനെ കുറച്ചുകൂടി കാലാനുസൃതമാക്കാൻ വേണ്ടിയിട്ട് ഈ എപ്പോഴും നിഷേധാത്മകമായിട്ട് പറയാതെ, ഇപ്പോൾ നുണ പറയരുത് എന്ന് പറയുന്നതിന് പകരം സത്യം മാത്രമേ പറയാവൂ എന്ന രീതിയിലും ഈ കൽപ്പനയെ വ്യാഖ്യാനിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൽപ്പന കൊണ്ട് യഥാർത്ഥത്തിൽ നുണ പറയരുത്, കള്ളസാക്ഷി പറയരുത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക, കള്ളസാക്ഷി പറയുമ്പോൾ കള്ളസാക്ഷി കോടതിയിലോ മറ്റുള്ളവരുടെ മുന്നിലോ പോയിട്ട് ഒരു അധികാരിയുടെ മുന്നിൽ സാക്ഷി പറയുന്ന ആ കാര്യത്തിൽ കള്ളം ഉണ്ടാകരുത് എന്നാണ് ഈ കൽപ്പന പറയുന്നത് എന്ന് മാത്രമാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് മാറാനാണ് പൊതുവെ നുണ പറയരുത് എന്ന് ഇതിനെ കുറച്ചുകൂടി ഭാഷാന്തരം ചെയ്തത്. സത്യമേ പറയാവൂ എന്ന് ചിലവർ പറയുന്ന അതും ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ കള്ളസാക്ഷി പറയരുത്, നുണ പറയരുത്, സത്യമേ പറയാവൂ എന്നുള്ള ഈ ഒരു കൽപ്പനയുടെ ആവശ്യകത വരുന്നത് നമ്മളും വേറൊരാളും തമ്മിലുള്ള ബന്ധത്തിലാണ്. അപരനുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ കൽപ്പനയ്ക്ക് പ്രാധാന്യമുള്ളൂ. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്വയം ഇരുന്ന് നുണ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞ അത് ഒരു വട്ടാന്ന് നമ്മൾ പറയും. വേറെ ആരോടെങ്കിലുള്ള ഒരു ബന്ധത്തിൽ, ഒരു വ്യക്തിയാകാം, ഒരു ഗ്രൂപ്പാകാം, അല്ലെങ്കിൽ ലാർജർ സൊസൈറ്റി ആകാം, മൊത്തം സമൂഹമാകാം. അപ്പോൾ അപരനുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സത്യസന്ധത പാലിക്കുക എന്നുള്ളത്. അത് ട്രാൻസ്പാരൻസി. പണ്ടത്തെ കാലത്ത്, ആദിമകാലം മുതലേ ഇത് ഉണ്ട് പഴയ നിയമത്തിൽ. യേശു അത് പുതുതായിട്ട് രൂപപ്പെടുത്തിയതൊന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, നിയമവും പ്രവാചകന്മാരും. അപ്പോൾ 10 കൽപ്പനകൾ അവരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണിത്. അപ്പോൾ പുരാതന കാലം മുതലേ മനുഷ്യ സംസ്കാരങ്ങളിൽ സഹവസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരുമിച്ച് വസിക്കുന്ന, കൂട്ടമായി വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഗുണമാണ് സത്യസന്ധത പാലിക്കുക എന്ന് പറയുന്നത്. തോമസ് അക്വിനാസ് അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ വിശ്വസ്തത ഇല്ലെങ്കിൽ, സത്യസന്ധത പാലിക്കാൻ കഴിയില്ലെങ്കിൽ മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ വിശ്വാസ്യതയുള്ളയിടത്ത് മാത്രമേ 2 പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ വിശ്വാസ്യത വേണം. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമൂഹമില്ലല്ലോ. അപ്പോൾ ഈ വാക്കിൽ നമ്മൾ പല പര്യായപദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ ഈ കള്ളസാക്ഷി പറയരുത് അല്ലെങ്കിൽ നുണ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥത. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, ആത്മാർത്ഥമായ ഒരു മനുഷ്യനാണ്. അതിനെ കുറേ കൂടി ഇംഗ്ലീഷിൽ ഒരുപക്ഷെ
സിൻസിറിറ്റി എന്ന് പറയുന്ന ആ വാക്കിന് കുറച്ചുകൂടി ചേർന്നു പോകുന്ന ഒരു അർത്ഥമാണുള്ളത്. നിഷ്കപടൻ. നിഷ്കപടത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാറി അത് ഇച്ചിരി ഇന്നസെൻസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരും. ഈ ആത്മാർത്ഥത എന്ന് പറയുന്നതിൽ നമുക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാം, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോലും എത്താം എന്നുള്ളൊരു ധ്വനി ഈ അതിലുണ്ട്. ഈ ആത്മാർത്ഥതയിൽ റിലയബിൾ ആണ്, നമുക്ക് അയാളുമായിട്ട് ഇടപെടാം എന്നുള്ളത്. മറ്റേതിൽ ഈ നിഷ്കപടത എന്ന് സാറ് പറഞ്ഞ വാക്കിൽ കുറേ കൂടി ഊന്നുന്നത് ഈ ഇന്നസെൻസ്, അതായത് അദ്ദേഹം ഒരു ഗൂഢലക്ഷ്യങ്ങളില്ലാതെ ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ശുദ്ധ മനുഷ്യനാണ് എന്നൊക്കെയാണ് നിഷ്കപടത എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ഈ ആത്മാർത്ഥത, നിഷ്കപടത, വേറൊരു കാര്യം വാക്കും മലയാളത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് വാസ്തവികത. അതാരെ പറഞ്ഞ ഇന്ന ആളാണ് പറഞ്ഞത്, അതിലിഞ്ഞ് സംശയിക്കാനൊന്നുമില്ല, അത് വാസ്തവമാണ്. റിയാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ കുറേ കൂടി ട്രൂ ആണ്, റിയലാണ് ആള്, വ്യാജമല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ ഈ കള്ളസാക്ഷി പറയരുത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥധ്വനികൾ വളരെ വളരെ വിസ്താരത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലേ അതിൻ്റെ ഫുൾ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇത് സമൂഹത്തിൻ്റെ ഒന്നിച്ചുള്ള നിലനിൽപ്പിൽ അത്യാവശ്യമായി വരുന്നൊരു കാര്യമാണ്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യനെ ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണ്, ഈ എമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ തോന്നുകയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള നിൽക്കുന്നു നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യാൻ പറ്റൂലേ? ഇത്രയും പേരുള്ള ക്രൂ എല്ലാവർക്കും കൂടി വിണ്ടു പൊളിഞ്ഞ് നിൽക്കണ കെട്ടിടമാണ്, എപ്പോഴാണാവോ അത് വീഴുക എന്ന് ആലോചിച്ചാൽ നമുക്കിവിടെ വസിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി കാറിൽ യാത്ര ചെയ്യുന്നു, ഒരു വിശ്വാസമല്ലേ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 50 70 പേര് ഒരു വിശ്വാസം കൊണ്ട് അർപ്പിക്കുകയാണ്. ഈ ഡ്രൈവർ കൊല്ലാനല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സത്യസന്ധത, നിഷ്കളങ്കത അല്ലെങ്കിൽ ആത്മാർത്ഥത എന്നൊക്കെയുള്ള പല വാക്കുകളിലൂടെ നമ്മൾ പറയാൻ ശ്രദ്ധിക്കുന്നത് ശുദ്ധമായ, സത്യമായ, നീതിഷ്ഠമായ ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ കുറേശ്ശെ ഉൾപ്പെടുന്നതാണ്. അത്രയും നമുക്ക് സത്യത്തെ വളച്ചൊടിക്കാതെ മറ്റുള്ളവർക്ക് വിനിമയം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ, ഒരു പക്ഷേ നമ്മുടെ സാർവത്രിക മതബോധനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഉള്ളത്. എനിക്ക് അർഹമായ കാര്യം, നീതിയായ കാര്യം, സത്യമായ കാര്യമായിരിക്കും അദ്ദേഹം പറയുക എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം, ഒരു അപരനെ ഇദ്ദേഹം ഡിപ്പെൻഡബിൾ ആണെന്നുള്ളൊരു ഉറപ്പ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് വാസ്തവത്തിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് അയാളിൽ നിന്ന് അർഹമായ നീതി അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അയാളിൽ നിന്ന് സത്യമായ പ്രവൃത്തികളാണ് ഞാൻ അനുഭവിക്കുക. അതുപോലെ അയാൾക്കും എന്നിൽ നിന്ന് സത്യമായ കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത്. അയാൾക്കും ആ ഉറപ്പ് വേണം, ഈ മനുഷ്യൻ സത്യമായ കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് ഈ കള്ളസാക്ഷി എന്നുള്ള ആ വാക്കിൻ്റെ, അല്ലെങ്കിൽ നുണ പറയരുത്, സത്യമേ പറയാവൂ, സത്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. സഭ ഈ അസത്യം പറയുന്നതിനെ ഒരു ഗൗരവമായ പാപമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴും സത്യമുള്ളവരാണെങ്കിലും, യേശു തന്നെ ആവർത്തിക്കുന്നത് അങ്ങനെയാണ്, സത്യമായി നിങ്ങൾ പറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അസത്യം പറയുന്നത് സഭ ഗൗരവമായിട്ടുള്ളൊരു പാപമായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, സഭ കാണുന്നതിൻ്റെ കാരണം യേശു അങ്ങനെ അതിനെ കണ്ടു എന്നുള്ളത് തന്നെയാണ്. സാറ് പറഞ്ഞു, ഇപ്പോൾ യേശു പലപ്പോഴും പറയുമ്പോൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, 2 പ്രാവശ്യം ആ വാക്ക് ആവർത്തിക്കുന്നത് എപ്പോഴും നമ്മൾ അതിനെ കൊടുക്കാൻ കുറേ കൂടി ഒരു ശ്രദ്ധ കൊടുക്കാനും അതിനൊരു എംഫസിസ് കൊടുക്കാനായിട്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് പറയുക. അതുപോലെ നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. നമുക്ക് ആ ഭാഗം ഒന്ന് മെല്ലെ വായിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം എന്ന് പറഞ്ഞാൽ സത്യം, അതിൻ്റെ നിറവ് യേശുവിലാണെന്നാണ്. നിറവ് യേശുവിലാണ്. ദൈവമാണ് യഥാർത്ഥ സത്യം. യഥാർത്ഥമായ സത്യമായിരിക്കുന്നത്, കറകളഞ്ഞ സത്യമായിരിക്കുന്നത്, പൂർണ്ണമായ സത്യമായിരിക്കുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ
ദൈവം സത്യമാണ് എങ്കിൽ, സത്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അസ്തിത്വത്തിൽ തന്നെയാണ് നമ്മുടെ ഈ നിലനിൽപ്പ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഛായയും സാദൃശ്യം മാത്രമല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത് ടോട്ടാലിറ്റി. ദൈവത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും, ആട്രിബ്യൂട്ട്സ്, എല്ലാ ഗുണങ്ങളും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സത്യമായ ദൈവം. അപ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഛായയും സാദൃശ്യവും പതിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരിലും, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ല, സർവ്വകോടി മനുഷ്യരിലും ഈ സത്യത്തിൻ്റെതായ ഒരു ദർപ്പണം, ഒരു അടയാളം, ഒരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ അടിസ്ഥാനം സത്യസന്ധമായിട്ട് നമ്മൾ പാലിച്ചാൽ മാത്രമേ, ഞാൻ സത്യമായി ഇരുന്നാൽ മാത്രമാണ് എൻ്റെ അസ്തിത്വം ദൈവത്തിലുള്ള അസ്തിത്വമായിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അസ്തിത്വം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനോട് ചേർന്ന് പോവുകയുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. കാരണം ഞാൻ എപ്പോൾ സത്യം ചെയ്യും, കർത്താവ് പറഞ്ഞിട്ടില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഈ ദൈവം സത്യമാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 3-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ അസത്യം ഇത്ര വലിയ തെറ്റാവാൻ കാരണം. ദൈവം സത്യമാണ്. ആ നുണ എന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരുമിച്ച് ഒരിക്കലും പോകില്ല. അത് കർത്താവ് ചില സന്ദർഭങ്ങളിൽ അവരും കർത്താവിനെ അപമാനിക്കുന്നുണ്ട്. ഫരിസായരെ, നീ ലൂസിഫറിനെ പിടിച്ചുകൊണ്ടാണ്, നീ നുണയനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ അങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ, യേശു പറയുന്നുണ്ട്, എൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ സത്യം മാത്രമാണ് പറയുന്നത്, പിതാവ് സത്യമാണ്, ആ സത്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ പൗലോസിൻ്റെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 3:4 അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത്? അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല. എന്നിട്ട് പറയാണ്, എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. അപ്പോൾ മനുഷ്യരായ നമുക്കെല്ലാം ഒരുപക്ഷെ അസത്യങ്ങൾ ഇടയ്ക്ക് പറയാനുള്ള പ്രലോഭനങ്ങളുണ്ടാവും. പക്ഷെ ദൈവം എന്ന് നമ്മൾ ആരെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം സത്യം മാത്രമേ പറയാവൂ. കാരണം സത്യം മാത്രമാണ് ദൈവം. എന്നിട്ട് തുടർന്ന് പറയണ്ടേ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനാണെന്ന് തെളിയും. അപ്പോൾ സത്യമായ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ആ സത്യം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവായ സത്യത്തെ വചനമാകുന്ന രൂപത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മജ്ജയിലും മാംസത്തിലും പേറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലെ, നമ്മുടെ മനോഭാവങ്ങളിലെ, നമ്മുടെ പ്രവൃത്തികളിലെ ഒക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യനെന്ന പേരിനോട് നീതി പുലർത്തുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതിന് നീതി പുലർത്തുന്നത്. ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു ആഗ്രഹം നമ്മൾ എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. സങ്കീർത്തനം 15 ഇതിനെക്കുറിച്ച് അല്ലെ, ആരാണ് നിന്റെ ഗേഹത്തിൽ മലയാളത്തിൽ നല്ലൊരു പാട്ടുണ്ടല്ലേ, നിൻ ഗേഹത്തിൽ വാഴുന്നതിനും, അതിൽ പറയുന്നത് സത്യം തന്നെ പറയുന്നവനും വഞ്ചന ഇല്ലാത്തവനും. അപ്പൊ ആ സങ്കീർത്തനത്തിന്റെ അവനാണ് ദൈവത്തിന്റെ ഗേഹത്തിൽ വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. നമ്മൾ കുർബാനയിലെ പലപ്പോഴും ആദ്യ ഭാഗത്ത് ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ്. അത് മീനിങ് ഫുള്ളാണ്. ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കണ്ടവന് മുഴുവൻ വന്നു നിൽക്കാനുള്ള സ്ഥലമല്ല. യോഗ്യത കിട്ടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ പറയണത് ഞാൻ സത്യസന്ധനായിരിക്കണം. കറ കൂടാതെ ജീവിക്കുന്നവനും അപ്പോൾ നുണ പറയാത്തവനും അവനാണ് ഈ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ ഒരു വരി കുറച്ചും കൂടി, അയൽക്കാരനെ ദ്രോഹം ചെയ്യുന്നവനും കൈക്കൂലി വാങ്ങാത്തവനും. കൈക്കൂലി വാങ്ങുന്നവനും അയൽക്കാരനെ ദ്രോഹം ചെയ്യാത്തതിന് എന്താ ബന്ധം ഞാൻ ആലോചിച്ചേ. കൈക്കൂലി കൂടുതൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് കൂടുതൽ കൈക്കൂലിയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയൽക്കാരനെ ദ്രോഹം നമ്മൾ ചെയ്തു തുടങ്ങും. മാത്രമല്ല അസത്യം നമ്മളിൽ വന്ന് കയറുകയും ചെയ്യും. കാരണം അങ്ങനെയാണല്ലോ ആ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം കൂടി ഒരുപക്ഷെ നമ്മൾ ഇതിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടത്, പ്രേക്ഷകരോട് പറയേണ്ടത്, സത്യം പറയുക എന്ന് പറയുമ്പോൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. അപ്പോൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുക, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊക്കെ നമ്മൾ പറയേണ്ട അർത്ഥം. സത്യസന്ധമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെറുതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ നുണ സത്യം പറയണ അത് മാത്രമല്ല, അതിലുള്ള സത്യസന്ധതയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. യേശുവിൻ്റെ നിലപാടുകൾ സത്യസന്ധമായി പാലിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന്
പറയാൻ പറ്റുള്ളൂ. സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ക്രിസ്ത്യാനിക്ക് കടമയുണ്ടെന്ന് പറയുന്നു. കടമയുണ്ട്. അപ്പോൾ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, ചില ആൾക്കാർ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങൾക്കത് തുറന്ന് പറയണ്ടേ ഒരു വേദിയിൽ. അത് പക്ഷെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അതപ്പോൾ അവർ പറയുക അത് പറഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കോംപ്രമൈസിങ് ആയി. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ സത്യം എന്താണെന്ന് ഗ്രഹിച്ചിട്ടും സത്യം എന്താണെന്ന് ബോധ്യം ഉണ്ടായിട്ടും അത് നമ്മൾ പറയാതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവൻ സത്യവാനാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം സത്യവാനാണെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവിലാണ് ഒരാൾ വ്യാപരിക്കുന്നതെങ്കിൽ ആ അസത്യം നടമാടുന്ന അവസരത്തിൽ സത്യം എന്താണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇംഗ്ലീഷിലൊരു വാക്കാണ് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയണത്. അതായത് ഞാനൊരു ആശയക്കാരനാണ്, പക്ഷേ ആ ആശയത്തിന് വേണ്ടി ഞാൻ ജീവിക്കാതെ ഞാൻ ആ ആശയത്തിൻ്റെ പ്രചാരകനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രധാനപ്പെട്ട നിലപാടുകൾ എടുക്കലാണ് ക്രിസ്തുവിൻ്റെ. ആ നിലപാടുകൾക്ക് വേണ്ടി ജീവിക്കലാണ്. ആ നിലപാടുകൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാവും. ഇപ്പോൾ പീലാത്തോസിൻ്റെ അവിടെ കർത്താവിനെ ഹാജരാക്കി. അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതേ ഭാഗം. അവിടെ പീലാത്തോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളതൊക്കെ നിനക്കറിയാലോ. അവർ തമ്മിൽ വലിയൊരു ഡയലോഗൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്തു തെറ്റെന്ന് എന്നോട് പറയുക, നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ് 36-ൽ, യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടുമാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ അത് പറയുന്നു, ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും. എന്നിട്ട് പറയാണ്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാലടികൾ പിൻചൊല്ലുന്ന ഒരാൾ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സഹനത്തിൻ്റെ പാതയിലൂടെ നടക്കാനുള്ള ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. വിശുദ്ധരെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല സത്യത്തിന് സാക്ഷ്യം നൽകിയത്. അവരെ ഈ ക്രിസ്തുവാകുന്ന സത്യത്തെ വെളിപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ വന്ന എല്ലാ സന്ദർഭങ്ങളിലും അവരെ അത് തുറന്ന് പറയാനുള്ള ധൈര്യം അവർ കാണിച്ചു. അവരതിൽ സന്തോഷിച്ചു. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ രക്തസാക്ഷികളായി തീർന്നിരുന്നത് യേശുവാണ് സത്യദൈവം എന്നുള്ള കാര്യം പറയാനാണ് അന്ന് രക്തസാക്ഷികൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ രക്തസാക്ഷികൾ എന്നുള്ള വാക്ക് നമ്മൾ സഭയിൽ ഇന്നും ഒത്തിരി പേർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ വെച്ചിട്ട് റാണി മരിയ സിസ്റ്റർ കൊല്ലപ്പെട്ടു. സിസ്റ്റർ റാണി മരിയ ഒരു രക്തസാക്ഷിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ രക്തസാക്ഷി എന്ന് ഏതർത്ഥത്തിലാണ് പറയണത്? അവൾ അവിടെ വെച്ച് സത്യമായ യേശുവിനെ അങ്ങനെ പ്രസംഗിക്കുകയൊന്നുമല്ല ചെയ്തേ, അങ്ങനെ വാക്കുകൊണ്ട് പ്രസംഗിക്കുകയല്ല ചെയ്തേ, ജീവിതം കൊണ്ട് ക്രിസ്തു എടുത്ത നിലപാടുകൾക്ക് വേണ്ടി ആ സഹോദരി ജീവിക്കുകയാണ് ചെയ്തത്. അതായത് ക്രിസ്തു ചെറിയ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു. അവർ ചതിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത് കണ്ട് സഹിക്കുക വയ്യാത്ത ആ സിസ്റ്റർ ഒരു അഡ്വക്കേറ്റൊക്കെ ആയിരുന്ന ആൾ അവർക്ക് വേണ്ടി കോടതികളിൽ പോയി വാദിച്ച് അവരുടെ ഭൂമി അവകാശങ്ങൾ നേടിയെടുക്കാൻ, അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ മൂല്യങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയാണ് ആ സിസ്റ്റർ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെടുന്നവരെയും നമ്മൾ രക്തസാക്ഷികളെന്ന്, സുവിശേഷത്തിനനുസൃതമായി ജീവിക്കുന്ന ആളുകൾ. ആ സുവിശേഷത്തിനനുസൃതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് പൗലോസിനെ റോമാക്കാർ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണും. ദേശാധിപതിയുടെ മുന്നിലേക്ക് യഹൂദ പ്രമാണികൾ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ആക്ച്വലി 24:16 അവ ദേശാധിപതി ഫെലിക്സിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ കൊണ്ടുവന്നിട്ട് ഇവൻ ഇങ്ങനെ
നസ്രായൻ്റെ പക്ഷക്കാരനാണ്, ഇവൻ ദേവാലയം അശുദ്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ട, അവൻ പഠിപ്പിക്കണ കാര്യം ഇവൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പിന്നെ നേരിട്ട് ദേശാധിപതിയുടെ മുന്നിൽ അങ്ങോട്ട് ആ വിസ്താരത്തിൻ്റെ ഇടയിൽ അവൻ ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ ആ ഏറ്റുപറയുന്ന അവസരത്തിൽ പൗലോസ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, ഇവരിങ്ങനെ ഉണ്ടാക്കണതാണ് എന്നൊന്നുമല്ല പറയണത്. ഒരു കോംപ്രമൈസ് പുള്ളി ചെയ്യുന്നില്ല. ഞാൻ ദേവാലയം ഒന്നും അശുദ്ധമാക്കിയിട്ടില്ല, അതൊക്കെ ഇവർ പറയുന്നത് സത്യമല്ല. ഞാനവിടെ ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒത്തുതീർപ്പ് പരിപാടിയല്ല അന്നത്തെ രക്തസാക്ഷികൾ എന്ന് അന്നറിയപ്പെട്ടിരുന്നു. അത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു. ഒന്നുപോലെ ദൈവത്തെ ആരാധിക്കുക, ക്രിസ്തുവിനെ ആരാധിക്കുക, അല്ലെങ്കിൽ രാജാവിനെ ആരാധിക്കുക. അന്ന് രാജാവിനോട് വിധേയത്വം പുലർത്തുന്നത് ഏതാണ്ട് ഇന്ന് പിശാചിനോട് വിധേയത്വം പുലർത്തുന്നത് പോലെയുള്ള, അതായത് ഒരു കൗണ്ടർ പവർ ഓഫ് ഗോഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരൊക്കെ നമ്മളൊരു അമ്മയെ 7 മക്കളും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞു മക്കൾ വരെ ആ ഒരു സഹനത്തിലേക്ക് പോകാനുണ്ടായിരുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വരുംവരായികളെ കാണാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോടതിയുടെ മുന്നിലൊക്കെ ചെന്ന് പ്രത്യേകിച്ച് ഇത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സത്യമേ പറയാവൂ ഒരു ക്രിസ്ത്യാനി. അപ്പോഴാണ് ക്രിസ്ത്യാനി. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ, ക്രിസ്ത്യാനി പറഞ്ഞാൽ പിന്നെ അതിന് തെളിവിനെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞാലും കൂടി പറയും. അതെ, നമ്മുടെ നാടനല്ല, പൗലോസ് പറഞ്ഞു എന്നാൽ പിന്നെ അത് വേറെ തെളിവൊന്നും വേണ്ടാന്ന് രാജാക്കന്മാർ പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഈ സത്യസന്ധത എന്ന് പറയുന്ന ആ ഒത്തുതീർപ്പ് നയത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തിലൊരു വലിയ ആർക്കൈവ്സ് റോമിൽ ഇങ്ങനെയുണ്ട്, രക്തസാക്ഷികളുടെ ഒരു ആർക്കൈവ്സ്. അതിലിങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രക്തത്തിൽ എഴുതപ്പെട്ട സത്യത്തിൻ്റെ രേഖാലയം, രക്തം കൊണ്ട് മുദ്രവയ്ക്കപ്പെട്ട സത്യത്തിൻ്റെ രേഖകളുടെ ആലയം എന്നാണ് ആർക്കൈവ്സിനെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ സത്യമാണ് അത് എന്ന് ജീവിതം കൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് അവർ പറഞ്ഞ ആ ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഡോക്യുമെൻസുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ രക്തസാക്ഷിത്വത്തിലേക്ക് ഇത് വരുന്നത്. ഇപ്പോൾ സ്റ്റാൻസാമി നമ്മളിതുപോലെ അദ്ദേഹത്തെ ഇപ്പോൾ രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം, നമുക്ക് അറിയില്ല. അങ്ങനെ പല ആളുകളും വളരെ നീതിനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് ജീവിച്ച് അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ ദൈവം ക്രൂശിക്കപ്പെടുന്നതിന് തുല്യമാണ്. കാരണം ദൈവം സത്യമാണ്. ആ സത്യമായ ദൈവത്തിൻ്റെ അതേ സവിശേഷതയാണ് സത്യസന്ധനായ ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടിയായാലും ഒരു ചെറിയ മനുഷ്യനെ നഷ്ടം വരാതിരിക്കാനായാലും എപ്പോഴായാലും പറയും. ഇപ്പോൾ ഒരു ചെറിയ കവിത കൂടി വായിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കാം. ഉള്ളൂരിൻ്റെ പഴയ മഹാകവിത്രയങ്ങളിൽ പെട്ട ഒരാളാണല്ലോ ഉള്ളൂര്. അദ്ദേഹത്തിൻ്റെ കിരണാവലി എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയിൽ 4 വരി കവിത ഇങ്ങനെയാണ്: നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ. നന്മയ്ക്ക് വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം, എല്ലായിടത്തും നേർവഴി ധർമ്മയുദ്ധം എന്നൊക്കെ കവി എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് നീ തോറ്റുപോയാൽ പോകട്ടെ, ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടശിയിൽ സമ്മതിക്കും. നീ ഇപ്പോൾ തോറ്റോട്ടെ, പക്ഷേ ആ തോറ്റലാണ് നീയെ സത്യസന്ധനാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടും എന്നാണ് കവി പോലും പറയുന്നത്. ചരിത്രത്തിൽ മുഴുവൻ അങ്ങനെയാണ് അല്ലേ? ഈ സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്തവരെല്ലാം പിന്നീടാണ് അവർ മഹാന്മാരാണെന്ന്. അവരുടെ കാലഘട്ടത്തിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അതിനുവേണ്ടി സഹിക്കേണ്ടി വരുന്നു, വിധിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. പക്ഷേ അവസാനം അവരതിൻ്റെ ഫലം അനുഭവിക്കാൻ ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. പക്ഷേ അതാണ് രക്തസാക്ഷിത്വമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. കള്ളസാക്ഷ്യം പറയരുത് അല്ലെങ്കിൽ വ്യാജമേ ആണയിടരുത് എന്നുള്ളതിൻ്റെ തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ വിശദീകരിക്കാം. അച്ഛനെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. കള്ളസാക്ഷി പറയരുത് അല്ലെങ്കിൽ വ്യാജമായി ആണയിടരുത് എന്ന് പറയുന്ന 8ാം പ്രമാണത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അടുത്ത എപ്പിസോഡുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ഉണ്ടാകും. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.